ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്ഥാനാർത്ഥികളെ നിർണയിക്കുന്നതിൽ കോൺഗ്രസ് വലിയ ആശയക്കുഴപ്പത്തിലായിരുന്നത് രണ്ട് ലോക്സഭാ മണ്ഡലങ്ങളിലായിരുന്നു. ഒന്ന് കണ്ണൂർ ലോക്സഭാ മണ്ഡലവും മറ്റൊന്ന് ആലപ്പുഴ ലോക്സഭാ മണ്ഡലങ്ങളും. ഇരു ലോക്സഭാ മണ്ഡലങ്ങളിലും ആര് മത്സരിക്കണം എന്നുള്ളതിൽ വലിയ ചർച്ചകൾ നടന്നിരുന്നു. കണ്ണൂരിൽ കെ സുധാകരൻ അല്ലാതെ മറ്റാരും മത്സരിക്കണ്ട എന്ന തരത്തിലേക്ക് നിലപാടുകൾ പലയിടങ്ങളിലും കോൺഗ്രസ് എടുത്തിരുന്നു. പക്ഷേ കെ സുധാകരൻ KPCCയുടെ അധ്യക്ഷനായതുകൊണ്ട് രണ്ട് സ്ഥാനമാനങ്ങളും ഒരുമിച്ച് കൊണ്ടുപോകുവാനുള്ള ബുദ്ധിമുട്ടുള്ളത് കൊണ്ടും താൻ മത്സരിക്കുന്നില്ല എന്നായിരുന്നു കെ സുധാകരൻ ആദ്യം അറിയിച്ചത്. തനിക്ക് പകരം തനിക്ക് വിശ്വാസമുള്ള, വിജയിക്കുമെന്ന് ഉറപ്പുള്ള മറ്റാരെങ്കിലും സ്ഥാനാർത്ഥിയാക്കി നിർത്തി വിജയിപ്പിക്കാമെന്നായിരുന്നു കെ സുധാകരൻ അന്ന് ഹൈക്കമാൻഡിനോട് അറിയിച്ചിരുന്നത്. എന്നാൽ പിന്നീട് അദ്ദേഹം അത് മാറ്റുകയായിരുന്നു. ഹൈക്കമാൻഡ് പറഞ്ഞാൽ താൻ മത്സരിക്കും, 20-ൽ 20 ഇടങ്ങളും നേടണം എന്ന കോൺഗ്രസിന്റെ ഉറച്ച നിലപാടിനോടൊപ്പം നിൽക്കുവാനാണ് തനിക്ക് താല്പര്യം. അതുകൊണ്ട് തന്നെ കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിൽ കെ സുധാകരൻ എന്ന KPCC അധ്യക്ഷൻ മത്സരിക്കണമെന്ന് ഹൈക്കമാൻഡ് തീരുമാനമെടുത്താൽ താൻ നിർബന്ധമായി മത്സരിക്കുമെന്ന് അദ്ദേഹം ഇപ്പോൾ പറയുന്നു. അതായത് കണ്ണൂരിൽ കെ സുധാകരൻ മത്സരിക്കുവാനാണ് സാധ്യത ഏറെ. ഇനിയും അവശേഷിക്കുന്നത് ആലപ്പുഴ ലോക്സഭാ മണ്ഡലമാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 20 ലോക്സഭാ മണ്ഡലങ്ങളിൽ 19 ഇടത്തും വിജയിച്ചപ്പോൾ കോൺഗ്രസിന് നഷ്ടമായ ഏക ലോക്സഭാ മണ്ഡലം അതാണ് ആലപ്പുഴ ലോക്സഭാ മണ്ഡലം. ആലപ്പുഴയെ സംബന്ധിച്ചിടത്തോളം പുന്നപ്ര വയലാർ സമരങ്ങളടക്കം നിരവധി സമരങ്ങൾ നടന്നിട്ടുള്ള ഭൂമികയാണ് ആലപ്പുഴ. ആലപ്പുഴയിൽ ഇടത് കോട്ടയുടെ വേര് അത്രമേൽ ബലപ്പെട്ടതാണ്. വടക്കൻ നാട്ടിൽ കണ്ണൂർ പോലെയാണ് തെക്ക് ആലപ്പുഴ. അത്രമേൽ രാഷ്ട്രീയ ബലവും രാഷ്ട്രീയ പൈതൃകവും ചെങ്കോട്ടയെന്ന് വരെ വിളിക്കുവാൻ കഴിയുന്ന രാഷ്ട്രീയത്തിന്റെ ഭൂമികയാണ് ആലപ്പുഴ ലോക്സഭാ മണ്ഡലം. കണ്ണൂർ പോലും ഇടതുപക്ഷത്തെ കൈവിട്ടപ്പോഴും 20 ലോക്സഭാ മണ്ഡലങ്ങളിൽ ഇടതുപക്ഷത്തെ ഹൃദയത്തോട് ചേർത്ത് വെച്ച ഏക ലോക്സഭാ മണ്ഡലമാണ് ആലപ്പുഴ ലോക്സഭാ മണ്ഡലം. അവിടെ AM ആരിഫായിരുന്നു മത്സരിച്ച് വിജയിച്ചത്, അതായത് ഇടതുപക്ഷത്തിന്റെ ഏക സ്ഥാനാർത്ഥി. അവിടേക്ക് ഇത്തവണ കോൺഗ്രസ് ആരെ നിർത്തും? 20-ൽ 20 ലോക്സഭാ മണ്ഡലങ്ങളും പിടിക്കണമെന്ന ഉദ്ദേശ ലക്ഷ്യത്തോടു കൂടി കോൺഗ്രസ് മത്സരിപ്പിക്കുമ്പോൾ, കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കുമ്പോൾ കണ്ണൂരിൽ കെ സുധാകരൻ വരുമ്പോൾ അവിടെ കുറച്ചുകൂടി ഭദ്രമായി കോൺഗ്രസ് മാറുമ്പോൾ ആലപ്പുഴയിൽ ആര് വന്നാലാണ് കോൺഗ്രസ് ഭദ്രമാവുക? ആ ചോദ്യത്തിന് അവസാനം ഒരു മറുപടിയിലേക്കാണ് ഇപ്പോൾ കോൺഗ്രസ് വന്നു നിൽക്കുന്നത്. അത് മറ്റാരുമല്ല, മറ്റെവിടേക്കുമല്ല. എവിടെ നിന്നാണോ ഈ ചോദ്യം ഉയർന്നത് അവിടെ നിന്ന് തന്നെ ആരാകണം എന്ന ചോദ്യം ഉയർന്നപ്പോൾ തന്നെ ആദ്യം ഹൈക്കമാൻഡ് മുൻപോട്ട് വെച്ച പേരായിരുന്നു സാക്ഷാൽ KC വേണുഗോപാലിന്റെ പേര്. AICC ജനറൽ സെക്രട്ടറിയായ കോൺഗ്രസിന്റെ മുതിർന്ന മുഖമുള്ള നേതാവായ KC വേണുഗോപാൽ തന്നെയായിരിക്കും ആലപ്പുഴയിൽ സ്ഥാനാർത്ഥിയായി വരുവാൻ സാധ്യതകളേറെ എന്നാണ് ഇപ്പോൾ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും പുറത്തേക്ക് വരുന്ന വാർത്തകൾ. നിലവിൽ AM ആരിഫാണ് അവിടുത്തെ MP. 2009-ലും 2014-ലും അവിടുത്തെ MP ആയി നിലകൊണ്ടിരുന്നത് KC വേണുഗോപാലായിരുന്നു. കെ സുധാകരൻ പറയുന്നത് പോലെ തന്നെയാണ് KC വേണുഗോപാലും പറയുന്നത്. പാർട്ടി നിർബന്ധിച്ചാൽ താൻ മത്സരിക്കുക തന്നെ ചെയ്യും. പാർട്ടിക്ക് 20 ലോക്സഭാ മണ്ഡലങ്ങളിലും വിജയിക്കണമെന്ന ഒരു തീരുമാനമെടുത്തുകൊണ്ട് താൻ മത്സരിച്ചേ മതിയാകൂ എന്ന് ഹൈക്കമാൻഡ് ആവശ്യപ്പെട്ടാൽ ഒരു നല്ല പാർട്ടി പ്രവർത്തകൻ എന്ന രീതിയിൽ കോൺഗ്രസിന്റെ വളർച്ചയ്ക്ക് വേണ്ടി, കോൺഗ്രസിന്റെ തിരിച്ചുവരവിന് വേണ്ടി ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യൻ എന്ന രീതിയിൽ, ഒരു പ്രവർത്തകൻ എന്ന രീതിയിൽ താൻ മത്സരിക്കുക തന്നെ ചെയ്യുമെന്നാണ് KC വേണുഗോപാൽ ഇപ്പോൾ പറയുന്നത്. സമ്പൂർണ്ണ വിജയം എന്ന പ്രതീക്ഷയ്ക്ക് ആക്കം കൂട്ടുന്ന ഒരു വാർത്ത തന്നെയാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം KC വേണുഗോപാൽ ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിൽ വീണ്ടും മത്സരിക്കുവാൻ വരുന്നു എന്ന വാർത്ത. ശക്തിപ്പെടുകയാണ് ആലപ്പുഴയിലെ കോൺഗ്രസ് നേതൃത്വങ്ങൾ. അവർ ഒത്തുചേർന്നുകൊണ്ട് ആലപ്പുഴയിൽ KC വേണുഗോപാലിനെ വിജയിപ്പിക്കുവാൻ സജ്ജരാണ് എന്ന് KPCC അറിയിക്കുകയും ചെയ്തു. ഇനി KC വേണുഗോപാൽ ആലപ്പുഴയിൽ മത്സരിക്കുമോ എന്ന് മാത്രമാണ് അറിയേണ്ടത്. ആലപ്പുഴയിൽ KC വേണുഗോപാൽ മത്സരിക്കുവാനുള്ള സാധ്യതകൾ വളരെയേറെയാണ്. നിലവിലത്തെ സാഹചര്യത്തിൽ ലോക്സഭയിലേക്ക് കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട ഒരു മുഖമായി ഒരാൾ വരേണ്ട ആവശ്യകത വളരെ വലുതാണ്. സോണിയാഗാന്ധി അടക്കമുള്ള ആളുകൾ ലോക്സഭയിൽ നിന്ന് രാജ്യസഭയിലേക്ക് മാറിയത് കൊണ്ട് തന്നെ ലോക്സഭയിൽ കൃത്യമായ അഭിപ്രായം പറയാൻ, കൃത്യമായി എതിർക്കുവാൻ, കൃത്യമായ പ്രതിഷേധം അറിയിക്കുവാൻ കോൺഗ്രസിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു മുഖം ലോക്സഭയിൽ ഉണ്ടാകണമെന്ന ഉറച്ച തീരുമാനത്തിന്റെ പുറത്ത് തന്നെ KC വേണുഗോപാലിനെ കോൺഗ്രസിന്റെ അത്രമേൽ ശക്തമായ കേന്ദ്രമായ കേരളത്തിൽ നിന്നും, അവിടെ തന്നെ ആലപ്പുഴയിൽ 2 തവണ നിന്ന് വിജയിച്ചു വന്നു എന്നുള്ളത് കൊണ്ട് തന്നെ അത് KC വേണുഗോപാലിനും അത്രമേൽ വേരുറപ്പുള്ള ഒരിടമാണ്. അവിടെ നിന്ന് KC വേണുഗോപാലിനെ മത്സരിപ്പിച്ച് വിജയിപ്പിച്ച് ലോക്സഭയിലേക്ക് എത്തിക്കുക എന്ന തന്ത്രപരമായ നീക്കത്തിന് തയ്യാറെടുക്കുകയാണ് കോൺഗ്രസ്. അതിന് അർത്ഥസമ്മതം മൊഴിയിട്ടുമുണ്ട് KC വേണുഗോപാൽ. 2009-ലാണ് ആദ്യമായി KC വേണുഗോപാൽ ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിക്കുന്നത്. അന്ന് 4,68,679 വോട്ടുകളായിരുന്നു ആലപ്പുഴയുടെ മണ്ണിൽ നിന്നും, ഇടതിന്റെ കോട്ടയിൽ നിന്നും KC വേണുഗോപാൽ നേടിയെടുത്തത്. പിന്നീട് 2014-ലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ
4,62,525 വോട്ടുകളായിരുന്നു അദ്ദേഹം നേടിയത്. അതായത് 46.31% വോട്ടുകളും കെ സി വേണുഗോപാൽ നേടി. അന്ന് CB ചന്ദ്രബാബു ആയിരുന്നു അദ്ദേഹത്തിന്റെ എതിർ സ്ഥാനാർത്ഥി. അദ്ദേഹം നേടിയത് 4,43,118 വോട്ടുകളായിരുന്നു. 44.37% അദ്ദേഹം നേടിയ വോട്ട്. 1977 ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിൽ ആദ്യമായി വിജയിച്ചു വരുന്നത് VM സുധീരനായിരുന്നു. 12 തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്നെങ്കിൽ പോലും, ഇടതുപക്ഷത്തിന്റെ കോട്ടയെന്നാണ് ആലപ്പുഴ അറിയുന്നതെങ്കിൽ പോലും, അവിടെ 8 തവണയും വിജയിച്ചത് UDF ആണ് എന്നത് അമ്പരപ്പിക്കുന്ന ഒരു സത്യാവസ്ഥ തന്നെയാണ്. 4 തവണ മാത്രമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴ ലോക്സഭാ മണ്ഡലം ഇടതു കോട്ടയായി മാറിയിട്ടുള്ളത്. 2019 കെ സി വേണുഗോപാലിനോട് മത്സരിക്കണമെന്ന് പലരും ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ തനിക്ക് സംഘടനാ ചുമതല ഉള്ളതുകൊണ്ടും AICC അധ്യക്ഷനായി നിലകൊള്ളുന്നതുകൊണ്ടും പാർട്ടിയുടെ അത്രമേൽ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തേക്ക് താൻ എത്തിയതുകൊണ്ടും അതുകൊണ്ട് തന്നെ ഇത്തവണ അവിടെ മത്സരിക്കുന്നില്ല എന്ന തീരുമാനത്തിലായിരുന്നു കെ സി വേണുഗോപാൽ എത്തിയത്. പിന്നീട് അവിടെ കെ സി വേണുഗോപാൽ മത്സരിക്കേണ്ട എന്ന രീതിയിലേക്ക് കോൺഗ്രസ് ഒരു നിലപാടെടുക്കുവാൻ പ്രധാനപ്പെട്ട കാരണമായി വന്നത്, കോൺഗ്രസിന്റെ ഒരു മുസ്ലിം സ്ഥാനാർത്ഥിയെ ലോക്സഭയിലേക്ക് മത്സരിപ്പിക്കണം, അതിന് ഏറ്റവും അനുയോജ്യമായ ഒരിടം ആലപ്പുഴ ലോക്സഭാ മണ്ഡലമാണ്, അതുകൊണ്ട് തന്നെ കോൺഗ്രസ് ഒരു മുസ്ലിം കാൻഡിഡേറ്റിനെ അവിടെ മത്സരിപ്പിക്കുകയായിരുന്നു. അങ്ങനെയാണ് അവിടെ ഷാനിമോൾ ഉസ്മാൻ സ്ഥാനാർത്ഥിയായി വരുന്നത്. പക്ഷേ ഷാനിമോൾ ഉസ്മാന് ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് വിജയിച്ചു വരുവാൻ സാധിച്ചില്ല. കെ സി വേണുഗോപാലിന് പാത പിന്തുടരുവാൻ ഷാനിമോൾ ഉസ്മാന് സാധിച്ചില്ല. അത്രമേൽ വലിയ തരംഗത്തിന്റെ പുറത്തും കേരളത്തിലെ ഭൂരിഭാഗം ലോക്സഭാ മണ്ഡലങ്ങളിലും കോൺഗ്രസ് വിജയിച്ചു വന്നപ്പോഴും ആലപ്പുഴയിൽ മാത്രം ഷാനിമോൾ ഉസ്മാനെ കടത്തി വെട്ടിക്കൊണ്ട് AM ആരിഫ് വിജയിച്ചു വരികയായിരുന്നു. അന്ന് AM ആരിഫ് കരസ്ഥമാക്കിയ വോട്ട് 4,45,981 വോട്ടുകളായിരുന്നു. 40.96% വോട്ടുകളും AM ആരിഫിനായിരുന്നു. 3.41% വോട്ടുകളുടെ കുറവ് AM ആരിഫിന് അവിടെ ഉണ്ടായിരുന്നുവെങ്കിലും മികച്ച ഭൂരിപക്ഷത്തിൽ അദ്ദേഹം അവിടെ വിജയിച്ചു. ഷാനിമോൾ ഉസ്മാന് ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിൽ നേടുവാൻ കഴിഞ്ഞത് 4,35,496 വോട്ടുകളായി. 40% വോട്ടുകളായിരുന്നു ഷാനിമോൾ ഉസ്മാന് ലഭിച്ചിരുന്നത്. 10,474 വോട്ടുകളായിരുന്നു AM ആരിഫിന്റെ ഭൂരിപക്ഷം. അതായത് ഇടത് കോട്ടയാണ് ആലപ്പുഴ. പക്ഷേ ആലപ്പുഴ ലോക്സഭാ മണ്ഡലം അങ്ങനെയല്ല. കെ സി വേണുഗോപാൽ പടവെട്ടിയെടുത്ത ആലപ്പുഴ ലോക്സഭാ മണ്ഡലം തിരിച്ച് വീണ്ടും കോൺഗ്രസിലേക്ക് എത്തിക്കുവാൻ കോൺഗ്രസ് തയ്യാറെടുക്കുമ്പോൾ ഹൈക്കമാൻഡ് അത്തരത്തിലുള്ള നിലപാട് സ്വീകരിച്ചാൽ താൻ മത്സരിക്കും, പാർട്ടി നിലപാടിനോടൊപ്പം നിൽക്കുമെന്നാണ് കെ സി വേണുഗോപാൽ ഇപ്പോൾ അറിയിക്കുന്നത്.